ഒറ്റ സിനിമയിൽ വന്ന് മലയാള സിനിമയുടെ തന്നെ ട്രെൻഡ് തന്നെ മാറ്റിക്കളഞ്ഞ ചില അഭിനേതാക്കളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് പറയുന്നത്. പുതിയ കാല സിനിമകൾക്കൊപ്പം കുറച്ച് പഴയകാല സിനിമകളിലെ അഭിനയ പ്രതിഭകളെ കൂടി നമ്മളിവിടെ പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തേത് കുട്ടി എന്ന് പറഞ്ഞാലായിരിക്കും അധിക ആളുകൾക്കും അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള പേര് മിഥുൻ സുരേഷ് എന്നാണ്. സാധാരണ സിനിമകളിൽ വില്ലൻ എന്നാൽ നല്ല ഹൈറ്റും വെയിറ്റും ശബ്ദ ഗാംഭീര്യവും ഒക്കെ ഉള്ള ഒരു ആളായിരിക്കും സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. അത് ബാലൻ മുതൽ തുടരും വരെയുള്ള സിനിമകളിലൊക്കെ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ്. എന്നാൽ ഈ സങ്കല്പത്തിനെ അപ്പാടെ മാറ്റിമറിച്ച ഒരു വില്ലനായിരുന്നു ആവേശത്തിലെ കുട്ടി എന്ന കുറിയ മനുഷ്യൻ. ഉയരം കുറവായിരുന്നെങ്കിലും ക്രൂരതയിലും പ്രകടനത്തിലും കുട്ടി ഒട്ടും പിറകിലായിരുന്നില്ല. ഇനി പറയാൻ പോകുന്ന ഒരു വെളിച്ചപ്പാടിനെ പറ്റിയിട്ടാണ്. അതെ, PJ ആന്റണി. മലയാള സിനിമയിൽ ഒരു നടനും കിട്ടാതിരുന്ന ആ സാധനം മൂപ്പരിങ്ങോട്ട് കൊണ്ടുപോന്നു. അതും പള്ളിവാളും കാൽച്ചിലമ്പുമായിട്ട്. 1974 MT വാസുദേവൻ നായർ എഴുതി സംവിധാനം ചെയ്ത നിർമാല്യം ഇറങ്ങുന്നത്. ആ ചിത്രത്തിലെ വെളിച്ചപ്പാടിന്റെ വേഷത്തിന് മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ദേശീയ അവാർഡ് ലഭിക്കുന്നതും PJ ആന്റണിക്കാണ്. MTയുടെ തന്നെ പള്ളിവാളും കാൽച്ചിലമ്പും എന്ന കഥയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു നിർമാല്യം. ഇറങ്ങിയ അന്നു തൊട്ട് ഇന്ന് വരെ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന സിനിമയാണ് നിർമാല്യം. ഒരു ബ്ലാക്ക് MT വാസുദേവൻ നായർ രചനയും സംവിധാനവും നിർവഹിച്ച നിർമാല്യം റിലീസായിട്ട് 50 വർഷത്തെ ഈ സിനിമ മലയാളത്തിലെ എണ്ണപ്പെട്ട സിനിമകളിലൊന്നായിരുന്നു എന്ന് മാത്രമല്ല അതിപ്പോഴും അനുസ്മരിക്കുന്നു. MT വാസുദേവൻ നായർ തന്നെ ഇടയ്ക്ക് പറയാറുണ്ട് 1972-73 കാലത്തായതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ നിർമ്മിക്കാൻ സാധിച്ചത്. ഇപ്പോഴാണെങ്കിൽ ഇങ്ങനൊരു സിനിമ എടുത്താൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. കാരണം അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ തീവ്രവാദവും മതമൗലികവാദവും ഒക്കെ ശക്തിപ്പെട്ടതുകൊണ്ട് ഇതിൻ്റെ അവസാന ഭാഗം പ്രത്യേകിച്ച് ഈ വെളിച്ചപ്പാടായിട്ട് അഭിനയിക്കുന്ന നടൻ തല വെട്ടിപ്പൊളിച്ച് ചോര ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പുന്നതാണ് അവസാന രംഗം. അങ്ങനെ ഒരു ക്ലൈമാക്സ് ഈ സിനിമയ്ക്ക് ഉണ്ടാകുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് സാധിക്കുകയില്ല. ആളുകൾ സിനിമാ തിയേറ്റർ കത്തിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അക്രമം ചെയ്യും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ആറ്റിറ്റ്യൂഡ് മാറ്റിവെച്ചിട്ട് ഈ ചിത്രം കാണാൻ ശ്രമിച്ചാൽ മികച്ചൊരു ദൃശ്യാനുഭവം തന്നെയാണ് നമുക്ക് ലഭിക്കുക. മറ്റൊന്നുമല്ല, ഈ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധാനവും ഒക്കെ MT ആണ്. അതുകൂടാതെ 1974 മികച്ച സിനിമയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡും ലഭിച്ചത് നിർമാല്യത്തിനായിരുന്നു. എന്തൊക്കെയായാലും ദേവിയുടെ മുന്നിൽ തുള്ളുന്ന ആ വെളിച്ചപ്പാടിന്റെ വേദന ഇന്നും PJ ആന്റണി എന്ന മഹത്തായ കലാകാരനിലൂടെ ഇന്നും മലയാള സിനിമയിൽ നിലനിൽക്കുന്നു. അന്നൊരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഒരു പ്രതീക്ഷയുമില്ലാതെ ഞാൻ കോഴിക്കോട് ഈസ്റ്റ് റീഗൽ തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് കയറി. പക്ഷേ പടം കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങിയപ്പോൾ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. ആ നൈജീരിയക്കാരൻ സുഡാനി കുറേ കാലം മനസ്സിൽ നോവായിട്ട് അങ്ങനെ കിടന്നു. ആ നടന്റെ പേര് സാമുവൽ അബിയോള റോബിൻസൺ എന്നായിരുന്നു. 2018 ഇറങ്ങിയ സുഡാനി ഫ്രം നൈജീരിയ മലയാളത്തിലെ ഏറ്റവും മികച്ച ഫീൽ ഗുഡ് സിനിമകളിൽ ഒന്ന് തന്നെ. സിനിമയിലെ പോലെ യഥാർത്ഥത്തിലും ഇദ്ദേഹം നൈജീരിയക്കാരൻ തന്നെയാണ്. അതിനു മുമ്പും കുഞ്ഞു റോളുകളിൽ പല ആഫ്രിക്കക്കാരും ഇന്ത്യൻ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു ഇന്ത്യൻ സിനിമയിൽ ഒരു മുഴുനീള റോളിൽ അഭിനയിക്കുന്ന ആദ്യത്തെ ആഫ്രിക്കക്കാരൻ സാമുവലാണ്. 2024 സ്വർഗവാസൽ എന്ന സിനിമയിലെ കെൻഡ്രിക്കിന്റെ വേഷവും അതിഗംഭീരമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയിലെ കെൻഡ്രിക്കിന്റെ മരണമായിരുന്നു ആ ചിത്രത്തിന്റെ വഴിത്തിരിവ് എന്ന് പറയുന്നത്. പറ്റുമെങ്കിൽ സ്വർഗവാസിൽ എന്ന ജയിൽ ത്രില്ലർ ഒന്ന് കണ്ടു നോക്കൂ. സാമുവലിന്റെ മറ്റൊരു മിന്നുന്ന പ്രകടനം നമുക്ക് ആ ചിത്രത്തിൽ കാണാം. ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് ഹിന്ദി ചിത്രമാണ് ദില്ലി ഡാർക്ക്. എന്തൊക്കെയായാലും ഇദ്ദേഹത്തിന്റെ സുഡാനി ഫ്രം നൈജീരിയ മലയാളത്തിലെ ഒരു എവർഗ്രീൻ ചിത്രമായിട്ടും അദ്ദേഹം ആ സിനിമയിൽ കൈകാര്യം ചെയ്ത റോൾ അതിമനോഹരമായ ഒരു ഫീൽ ഗുഡ് റോളായിട്ട് എന്നും നിലനിൽക്കും. പ്രേംജി എന്ന മുല്ലമംഗലത്ത് പരമേശ്വരൻ ഭട്ടതിരിപ്പാട്. ശരിക്കും MP ഭട്ടതിരിപ്പാടിൻ്റെ അവസാന കാല ചിത്രങ്ങളിലൊന്നാണ് പിറവി. നീലക്കുയിൽ തൊട്ട് MP ഭട്ടതിരിപ്പാട് മലയാള സിനിമയുടെ വളർച്ചയ്ക്കൊപ്പമുണ്ടായിരുന്നു. പക്ഷേ പിറവി സൃഷ്ടിച്ച കോലാഹലങ്ങൾ ഇന്നും കേരള രാഷ്ട്രീയത്തിലും സിനിമയിലും കെട്ടടങ്ങിയിട്ടില്ല. ഈയിടെ അന്തരിച്ച പ്രമുഖ സംവിധായകനായ ഷാജിയൻ കരുണിൻ്റെ പിറവി മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രങ്ങളിലൊന്നാണ്. ശരിക്കും അവാർഡ് സിനിമ എന്ന പേരിന് അർഹം തന്നെ. കുറഞ്ഞത് 31 അവാർഡെങ്കിലും ദേശീയ അന്തർദേശീയ തലങ്ങളിലായിട്ട് പിറവിക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച ചിത്രത്തിനുള്ള അവാർഡും മികച്ച നടനുള്ള ദേശീയ അവാർഡും അതിൽ ചിലത് മാത്രം. 1989 പിറവിയെടുക്കുന്നത്. ഒരു നടൻ എന്നതിലുപരി ഒരു നവോത്ഥാന നായകനും കൂടിയായിരുന്നു പ്രേംജി.
മറ്റൊരു നവോത്ഥാന നായകനായ MR ഭട്ടതിരിപ്പാട് ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. യോഗക്ഷേമ സഭയിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പിറവി ഇറങ്ങി 10 വർഷം കഴിഞ്ഞതിനൊക്കെ ശേഷമാണ് അദ്ദേഹം അന്തരിച്ചിട്ടുള്ളത്. മലപ്പുറംകാരനായിരുന്ന പ്രേംജി ചെയ്തു വെച്ച പിറവിയിലെ പ്രൊഫസർ രാഘവ വാര്യർ ഇന്നും വേദനിക്കുന്ന മനസ്സുമായി മകനു വേണ്ടി കാത്തിരിക്കുന്നു മലയാള സിനിമയുടെ പടിപ്പുരയിൽ. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാൻ പറ്റുന്ന മികച്ച ഒരു സിനിമ തന്നെയാണ് പിറവി. തരുൺ മൂർത്തി എന്ന് പറയുമ്പോഴേക്ക് ഇന്ന് നമ്മുടെ പലരുടെയും മനസ്സിൽ കടന്നു വരിക തുടരും എന്ന ചിത്രമായിരിക്കും. എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്ത് ദേശീയ അവാർഡൊക്കെ വാങ്ങിയ സിനിമയായിരുന്നു സൗദി വെള്ളക്ക. ഇതുകൂടാതെ ഓപ്പറേഷൻ ജാവ എന്നൊരു അടിപൊളി പടവും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി പിന്നീട് പറയാം. എന്തായാലും സൗദി വെള്ളക്കയിലെ ദേവി വർമ്മ അവതരിപ്പിച്ച ആയിഷ റാവുത്തർ എന്ന കഥാപാത്രം എടുത്തു പറയേണ്ടത് തന്നെയാണ്. പിന്നീട് ഇവരെ അധിക സിനിമകളിലൊന്നും കണ്ടിട്ടില്ല. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണമായിരിക്കാം. കരിക്കിൻ്റെ സാമർത്ഥ്യശാസ്ത്രത്തിൽ ഒരു ചെറിയ മുത്തശ്ശി റോളിലാണ് ഇവരെ പിന്നീട് കണ്ടിട്ടുള്ളത്. എന്തായാലും ആ ചിത്രത്തിലെ അഭിനയത്തിന് അവർക്ക് സംസ്ഥാന അവാർഡൊക്കെ ലഭിക്കുകയുണ്ടായി. എന്തായാലും ഈയിടെ ഇറങ്ങിയിട്ടുള്ള സിനിമകളിൽ കണ്ട ഏറ്റവും മികച്ച ഒരു പ്രകടനം തന്നെയായിരുന്നു ആ സിനിമയിലെ ദേവി വർമ്മയുടെ പ്രകടനം എന്ന് പറയുന്നത്. ഇവയൊക്കെ കൂടാതെ അത്ര വിജയിക്കാതെ പോയ പടമായിട്ടും അപൂർവ രാഗത്തിലൂടെയുള്ള ആസിഫ് അലിയുടെ വില്ലൻ എൻട്രി, പിന്നീട് ആസിഫ് അലി ഒരു വലിയ താരമായിട്ട് മാറി. തുടരുമിലെ ജോർജ് സാർ ഇപ്പോഴും മലയാള സിനിമയിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു നടനായിട്ട് പ്രകാശ് വർമ്മ അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഒരൊറ്റ സിനിമയിലൂടെ തന്നെ മലയാള സിനിമയുടെയോ അല്ലെങ്കിൽ അവരുടെ തന്നെയോ തലവര മാറ്റിയ നടന്മാർ. ഓക്കെ, ഇനി നിങ്ങളുടെ സജഷൻസ് എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഹാവ് എ നൈസ് ഡേ. ബൈ. ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.